ഞാനും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഒരു പക്ഷേ പലരും പല തിരക്കിലായിരിക്കാം, അല്ലെ പല പരിപാടികളിലായിരിക്കാം, അല്ലെ സ്ത്രീകൾ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുകയായിരിക്കാം. ഒക്കെ ശരിയാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ ഒരു പക്ഷെ മനോഹരമായിട്ട് മിഥുൻ സാർ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി. എല്ലാവർക്കും അവസരങ്ങൾ ദൈവം കൊണ്ടുതരും. പക്ഷെ അവസരങ്ങളെ മനസ്സിലാക്കുന്നവരും ആ അവസരങ്ങളെ മനസ്സിലാക്കി അത് തന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുന്നവരുമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ എനിക്ക് ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഗ്രഹിക്കാനും അതൊന്ന് മനസ്സിലാക്കാനും അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്നത്തെ ദിവസം, അതായത് 2026 ജനുവരി 3 എന്നുള്ളൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം വരുത്തുന്ന ഒരു ദിവസമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എനിവേ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ നെറ്റ്വർക്കും. അതൊരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ ജീവിതം ഒരു സ്ലൈഡായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാം. സാറേ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് അത് വലുതായിട്ട് തന്നെയാണോ കാണുന്നത്? വലുതായിട്ടാ സാർ കാണുന്നത്. ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് കുറച്ചിനകത്ത് എനിക്കൊരു ഇവിടെ സൈഡ് മാറുന്നില്ലല്ലോ അല്ലേ? ബിനോദ് സാറ് സ്ലൈഡ് പ്രസന്റ് ചെയ്തിട്ടില്ല. നമ്മള് ജസ്റ്റ് ഓൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. ആ പ്രസന്റേഷൻ പ്ലേ കൊടുക്കുന്ന അതും കൂടെ സ്ലൈഡ് ഷോവും കൂടെ നിൽക്കണം. ഇപ്പോഴും ഇതിനകത്തോട്ട് അങ്ങനെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ തന്നെയുള്ളേ, നോർമൽ ആയിട്ട് തന്നെയുള്ളേ. നമുക്ക് ഗൂഗിൾ മീറ്റില് ഷെയർ സ്ക്രീൻ കൊടുക്കുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻഡയർ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ കൊടുക്കാണ്ട് ഇൻഡയർ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്ഷൻ വരും. ഷെയർ സ്ക്രീൻ കൊടുക്കുമ്പോ തന്നെ മേലെ ഇൻഡയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട്, അല്ല വിൻഡോ അല്ല ഇവിടെ വരുന്നത്, എൻഡയർ സ്ക്രീനാ. ആ വിൻഡോന്റെ ഇപ്പുറം എൻഡയർ സ്ക്രീൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രസന്റ് കൊടുത്തായി. ഇനി എന്നിട്ട് ഗൂഗിൾ മീറ്റ് ഓൺ ആക്കിയാൽ മതി. അല്ല ഗൂഗിൾ മീറ്റ് അല്ല, പവർ പോയിന്റ് ഓൺ ആക്കിയാൽ മതി മിനിമൈസ് ചെയ്തിട്ട്. ഓക്കെ. ഓക്കെ, ഇനി സ്ലൈഡ് ഷോ പ്രസന്റ് ചെയ്യാൻ നോക്കിയാൽ മതി. ഇപ്പൊ കാണാമോ സാറേ? ഓക്കെ, ഇപ്പൊ റെഡിയാ. ഓക്കെ സോറി. അപ്പൊ ഇത് ഗൂഗിൾ മീറ്റുമായിട്ട് അത്ര പ്രാക്ടിക്കൽ ഇല്ല, അതുകൊണ്ടാണ്. ബാക്കി സൂം മീറ്റിംഗിലാണ് കൂടുതൽ. അപ്പൊ എന്റെ പേര് പരിചയപ്പെടുത്തി, ബിനോ ജെയിംസ് എന്നാണ്. വീട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്ത് അലക്സ് നഗറിലെ ഒരു കൊച്ചു കുടിയേറ്റ ഗ്രാമത്തിലാണ്. ദൈവദത്തമായ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. മഹത്തായ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ ഏതാണ്ട് 20-21 വർഷത്തോളം ഒരു പാരാ കമാൻഡോ ആയിട്ട് രാജ്യസേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇന്ന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ കൈയും കാലും ഒന്നും കുഴപ്പമില്ലാതെ ഇന്ന് ജീവനോട് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് 100% പറയാൻ സാധിക്കും. കാരണം ഏതാണ്ട് 90-97 കാലഘട്ടം മുതൽ ഇന്ന് ഇന്ത്യൻ ആർമി ഏതാണ്ട് 2016 വരെ ജോലി ചെയ്ത് റിട്ടയർ ആയി തിരിച്ചു വരുമ്പോൾ കൂടെ ജോലി ചെയ്തവരും ഒന്നിച്ചുറങ്ങിയവരും ഉണ്ട്. ഒരുപാട് പേര് ഇന്ന് രാജ്യത്തിന് വേണ്ടി വീരമുക്തി വരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഒരു സമയത്ത് ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ ആർമിയിൽ പോയപ്പോഴൊക്കെ എനിക്ക് ആദ്യത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടായത്, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്കാരനായി പോയത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ പണിയെടുക്കുന്ന അച്ഛന്റെ അമ്മയുടെ മകനായിരുന്നു ഞാനും. പക്ഷെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് ജോലി വേണം എന്നുള്ള ഒത്തിരി ഒരു ആഗ്രഹത്തോടു കൂടിയാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പട്ടാളത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് +1 PDC ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ വീണ്ടും ശ്രമിച്ചു. അന്നേരം ഒരു നെഞ്ചെടുപ്പ് കൂടുതലാണ്. അതിനുശേഷം വീണ്ടും ഒരു തീരുമാനം എടുത്ത്, എന്നാൽ ഇത്
കയറിയിട്ട് തന്നെ കാര്യം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തിയിട്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്തൊന്ന് പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും പട്ടാളത്തിൽ കിട്ടിയ സമയത്ത് വളരെ സന്തോഷത്തോടു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനുള്ള ആ ഒരു സിറ്റുവേഷൻ, ഒരു ഫെൻസിങ്ങിന്റെ അകത്തുള്ള ജീവിതം, അത് വളരെ അത് പഠിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് കുറച്ച് മലയാളികളൊക്കെ ഒന്നിച്ച് ചേർന്ന പിന്നെ നമുക്ക് ഇനി നിർത്തി പോയേക്കാം എന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഫെൻസിങ് ഒക്കെ ചാടിയതാണ്. പക്ഷെ ഫെൻസിങ് ചാടി 1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പിടി വീണു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇനി എന്തായാലും വന്നു പെട്ടു, ഇനി പോകാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഡിയർ ഫ്രണ്ട്സ്, അന്ന് അവര് പിടിച്ചുകൊണ്ട് പോയി വീണ്ടും എനിക്ക് പണിഷ്മെന്റ് ഒക്കെ തന്ന് അവിടെ കഴിഞ്ഞ് 20 വർഷമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വീട്ടിലിരിക്കുമ്പോഴും ഒരു പാസീവ് ഇൻകം മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതുമ്പോഴും എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാന ഘടകം ആ ഒരു പാസീവ് ഇൻകം ആണെന്ന് പറയാൻ എനിക്ക് 100% വിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും. കാരണം അവിടെ അവർക്ക് പിടിച്ചു. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പാരാ കമാൻഡോയിലേക്ക് റീമസ്റ്റ് ആയി. അതിനുശേഷം അവിടെ ശക്തമായ ട്രെയിനിങ്, ഒരുപക്ഷെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റിമറിക്കാം. നമുക്കറിയാം ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് പട്ടാളത്തിൽ തരുന്നത്. അവിടെ തണുപ്പ്, ചൂട്, എല്ലാത്തിനും അതിജീവിക്കാനുള്ള കഠിനമായ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും അടുത്ത പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ആസാം, അതേപോലെ മണിപ്പൂർ, നാഗാലാൻഡ്, അതിനുശേഷം സിയാച്ചിൻ ഗ്ലേസിയർ, മഞ്ഞുമലയാണ്, -51 ഡിഗ്രി ഒക്കെയാണ് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂക്കിന്ന് ശ്വാസം വിട്ട് അവിടെ മഞ്ഞായി മാറുന്ന അവസ്ഥ. ഇവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ഇവര് സന്തോഷത്തോടുകൂടി ഇരിക്കണം, ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണം, മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കഷ്ടപ്പാട് സഹിക്കുന്നത്. അങ്ങനെ സിയാച്ചിൻ ഗ്ലേസിയറിന് ശേഷം UN മിഷന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ പോകാൻ സാധിച്ചു. സൊമാലിയ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് UN മിഷന്റെ ഭാഗമായിട്ട്. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. കാരണം UN മിഷന്റെ ഭാഗമായിട്ട് പോയ ഇന്ത്യൻ ആർമിയെ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പല ഗെയിമിലൊക്കെ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷം 2016 ഇവിടെ നിന്നൊക്കെ റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി മക്കളോടൊപ്പം ജീവിക്കാം. ഇനി കിട്ടുന്ന പെൻഷനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. പക്ഷെ നാട്ടിൽ വന്ന ഒരൊറ്റ വർഷം കൊണ്ട് ഡിയർ ഫ്രണ്ട്സ് എനിക്ക് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. ആക്ച്വലി ഞാൻ വരുമ്പോൾ ഒരു ബോസിന്റെ അണ്ടർ ഇനി പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വന്നപാട് ഒരു കോഴി ഫാമൊക്കെ തുടങ്ങി 5-6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയോളം മുടക്കി. അങ്ങനെ ഒറ്റ വർഷം കൊണ്ട് തന്നെ അത് കൂട്ടിക്കെട്ടേണ്ട അവസ്ഥ വന്നു. 2019 വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒരുപാട് കോഴികളൊക്കെ ഒലിച്ചു പോയിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വീടിന്റെ മുകളിൽ, ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് ശ്രീകണ്ഠാപുരം ഏരിയയിൽ, വീടിന്റെ മുകളിലേക്ക് ഞാൻ റൂമൊക്കെ പണിതു. പക്ഷെ അതോടുകൂടി 20 വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ചെയ്ത വരുമാനം അവിടെ 0 ബാലൻസ് ആയി. കാരണം വരുമാനം കുറഞ്ഞു, തുച്ഛമായ വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ ചെലവ് കൂടിക്കൊണ്ടേയിരുന്നു. ആ ബോസിന്റെ അണ്ടറിൽ പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ച് വന്ന ആ തീരുമാനം എനിക്ക് മാറ്റേണ്ടി വന്നു. വീണ്ടും അടുത്ത മേഖല തെരഞ്ഞെടുത്ത് ഞാൻ പോയത് പിന്നെ കപ്പലിലേക്കാണ്. മർച്ചന്റ് നേവിയിലായിരുന്നു ഏകദേശം 2 വർഷത്തോളം. സാധാരണ എല്ലാ മേഖലയിലും നമ്മൾ ചെല്ലുമ്പോൾ ശമ്പളം കുറവായിരിക്കും, അതിനുശേഷം ശമ്പളം കൂട്ടി കിട്ടും. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് 80-85 രൂപ സാലറി ഉണ്ടായിരുന്നു. അതിനുശേഷം 65,000, 50,000, 40, 30, 35,000 കൂപ്പുകുത്തി. കാരണം സാമ്പത്തിക മാന്ദ്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഓക്കി എന്നൊരു വലിയ കൊടുങ്കാറ്റ് പ്രതിഭാസം വന്നിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ സൗത്ത് ആഫ്രിക്കയുടെ നടുക്കടലിൽ എന്താണ്ട് 1.5 മാസത്തോളം ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ, വീടുമായിട്ടോ കുടുംബക്കാരുമായിട്ടോ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയാം, ആ സമയത്തൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം നാട്ടില് ഒരു 10-30,000 കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ഇനി കിട്ടിയിരുന്നെങ്കിൽ ഇനി നാട്ടിൽ തന്നെ ചെയ്യാം, ഇനി നാടും വീടും വിട്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ കുത്തിയിരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് അവിടെയൊക്കെ. പക്ഷെ അങ്ങനെ ഒരു പക്ഷേ ദൈവം പ്രാർത്ഥന കേട്ടത് കൊണ്ടായിരിക്കാം പിന്നെ അവിടെ നിന്ന് ശമ്പളമൊക്കെ വെട്ടി കുറച്ചപ്പോൾ അത് വിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് വീടിന്റെ തൊട്ടടുത്ത് ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് മിൽമയിൽ ഒരു ജോലി കിട്ടി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് വേരിക്കോസിന്റെ പ്രോബ്ലം. അപ്പൊ 2 കാലം ഞാൻ ഓൾറെഡി ആർമിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും കൂടി. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി വന്ന് സ്കീറോതെറാപ്പി ചെയ്തു. അതും ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മിൽമയിൽ ജോലി ചെയ്യുമ്പോൾ അത് പിന്നെയും വന്നു. അങ്ങനെ വന്ന് രണ്ടാമത് ഞാൻ ലീവ് എടുത്ത് പല ആശുപത്രിയിൽ ചെയ്തപ്പോൾ അവർ പറഞ്ഞു പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ട്, ലേസർ ചികിത്സ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ആലോചിക്കാൻ അലോപ്പതി 2 പ്രാവശ്യം ചെയ്തു. ഇനി ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ വയനാട്ടില് 1-2 ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ചികിത്സ ചെയ്യണോ ആയുർവേദം ചെയ്യണോ എന്ന് വിചാരിച്ച് ലീവ് എടുത്ത് 2 കാലം ബാൻഡേജ് കെട്ടിയിരിക്കുന്ന സമയത്താണ് എന്റെ വീടിന് തൊട്ടടുത്തുള്ള
പ്രായമുള്ള ഒരു മേസ്തിരി പണിക്കാരൻ എന്റെ വീട്ടിലേക്ക് വന്ന് കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പരിചയപ്പെടുന്നു. സത്യം പറഞ്ഞ ഡിയർ ഫ്രണ്ട്സ്, അന്ന് ആ വ്യക്തിയെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തെറിയും പറഞ്ഞ് അല്ലെങ്കിൽ കളിയാക്കി അവനെ പറഞ്ഞു വിട്ടതാണ്. നീ ഒരു മേസ്തിരി പണിക്കാരനാണ്, നീ എന്നാണ് ഡോക്ടർ ആയത്, എന്നോട് പറഞ്ഞത് പറഞ്ഞ് ഇനി മേലാൽ ഇതൊരു വ്യക്തിയോട് പറയരുത്. നിനക്ക് 1000-1500 രൂപ ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ, എന്തിനാണ് തട്ടിപ്പിന് പോകുന്നത്, വെട്ടിപ്പിനൊക്കെ പോകുന്നത് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ട വ്യക്തിയാണ് ഞാൻ. കാരണം അന്ന് ഇതിനെക്കുറിച്ച് അറിയില്ല, അവൻ ഡോക്ടർ അല്ല, പിന്നെ എന്തുകൊണ്ട് ഈ സാധനങ്ങൾ വിൽക്കുന്നു എന്നുള്ളത് ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തികളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനും നിങ്ങളോട് പറയുന്നു, നമ്മൾ അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും മുമ്പിലേക്ക് ദൈവം എന്തെങ്കിലും അവസരവുമായി ആരെയെങ്കിലും പറഞ്ഞയക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എന്റെ മുമ്പിലേക്ക് വീണ്ടും ആ വ്യക്തി പറഞ്ഞു, ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ തെറി പറഞ്ഞ അല്ലെങ്കിൽ നീ പോടാന്ന് പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിച്ച് അവിടെ 2 ഗ്രേറ്റ് ലീഡേഴ്സ് വന്നിരുന്ന നാഷണൽ ടീം കോർഡിനേറ്റർ സനു സോമൻ സാറും അതേപോലെ അൻസാരി സാറും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവിടെ അന്ന് ആ ബിസിനസ് അവസരത്തെ കുറിച്ച് പറഞ്ഞു തരാൻ അദ്ദേഹം വന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബിസിനസ് എന്ന താല്പര്യം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അവർ കുറെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഒറ്റേ ഉള്ളൂ, എന്റെ സുഹൃത്ത്, എനിക്കിതിന് താല്പര്യം ഇല്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കൊരു മുട്ട സൂചി പോലും വിൽക്കാൻ അറിയില്ല. എനിക്ക് നാട്ടിൽ വലിയ ബന്ധങ്ങളുണ്ട്. ആകപ്പാട് ആർമിന്ന് 1 മാസത്തെ ലീവിന് കിട്ടിയാൽ വൈഫിന്റെ വീട്ടിൽ പോയി 2 കുടുംബ വീട്ടിൽ പോകുന്ന ലീവ് തീരും, വീണ്ടും തിരിച്ചു പോകും. അതുകൊണ്ട് എനിക്കിതൊന്നും നടക്കുന്ന പരിപാടിയല്ല. എന്റെ കുടുംബത്തിൽ പോലും ഒരു മുട്ടസൂചി വിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അവർ പറഞ്ഞു, സാർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഇദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ, എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്നെ ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ ഞാൻ എടുക്കാം. അപ്പൊ അവര് പറഞ്ഞു, സാറിന്റെ പേരും അഡ്രസ്സും തരുവാണെങ്കിൽ വില കുറച്ച് കിട്ടും. അന്നേരം ഞാൻ അവിടുത്തെ അടുത്ത ഓപ്ഷൻ ഇട്ടു, ഞാൻ പട്ടാളക്കാരനാണ്, എനിക്ക് ക്യാൻറ്റീനിൽ പോയാൽ എല്ലാ സാധനങ്ങളും വില കുറച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അവര് പറഞ്ഞു, സാറേ അതല്ല, അവിടുത്തെ വില കുറച്ച് കിട്ടുന്ന രീതിയിൽ ഇവിടെയും നിങ്ങൾക്ക് കിട്ടും, ആകെപ്പാടെ നിങ്ങൾ പേരും അഡ്രസ്സും തന്നാൽ മതി. അങ്ങനെ കാശൊന്നും കൊടുക്കണ്ട, പേരും അഡ്രസ്സും കൊടുത്താൽ മാത്രം മതി എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ അദ്ദേഹത്തിന് പേരും അഡ്രസ്സും കൊടുത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് എനിക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ തരുന്നത്. ഒരു 5000-5200 രൂപയുടെ സാധനമാണ് എനിക്ക് അവര് ബില്ലിട്ട്. ഞാൻ ആദ്യമൊക്കെ തർക്കിച്ചു തുറൊന്നും വേണ്ട. പക്ഷെ അവര് പറഞ്ഞു, സാർ എന്തായാലും വേരിക്കോസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം, കാരണം ഇനി മുന്നോട്ട് ജോലിക്ക് പോകണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാതെ പറ്റത്തില്ല. സാർ ഇത്രയും നാളും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ മുടക്കിയില്ല, എന്നിട്ട് എന്ത് റിസൾട്ട്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ആദ്യമൊന്നും ഞാൻ ഒട്ടും സമ്മതിച്ചില്ല. പിന്നെ ലാസ്റ്റ് പിന്നെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വേരിക്കോസ് മാറുവാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു അത്. അങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ എടുത്തത് ഡിയർ ഫ്രണ്ട്സ്. അത് വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോൾ തന്നെ എന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കുറെ പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, അവൻ ഡോക്ടറാണോ, നീ എന്തുകൊണ്ട് ആശുപത്രി പോയി കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. വൈഫ് കുറെ ഇതിനെ എതിർത്തു. അവർ പറഞ്ഞു, ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാൽ ആരോട് സമാധാനം പറയും എന്നൊക്കെ പറഞ്ഞു. വൈഫും കുറെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കും ഒരു പേടിയായി. പട്ടാളത്തിൽ നിന്നോ ജീവനോടെ വന്നു, ഇനി ഇത് കഴിച്ചിട്ടേക്കാനാണോ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറ്റിവെച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, 5000-5200 രൂപ കളഞ്ഞു, എന്തായാലും ഇതിന് തിരിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പൊ ഇതെന്താ സംഭവം എന്നൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ഗൂഗിളിലൊക്കെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കാണുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എന്തോ ദൈവാധീനം കൊണ്ട് ആയുഷ് മിനിസ്ട്രിയിൽ സർവീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറയുമ്പം ഈ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി എന്തൊക്കെയോ എന്റെ ലൈഫില് നേരത്തെ കണക്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് 100% സത്യമായിട്ട് പിന്നീടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആയുഷ് മിനിസ്ട്രിയിൽ സർവീസ് ചെയ്തതും അല്ലെങ്കിൽ ഈ ബിസിനസ് പല മേഖലയിൽ വേരിക്കോസ് വീണ്ടും വരുത്തിയതും ഒക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി ദൈവം ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതുകൂടാതെ എന്റെ വീടിന്റെ മുകളിലേക്ക് റൂം കൊടുത്തപ്പോൾ 2 റൂം ഒന്നിച്ചു കൂട്ടി ഒരു ഹാള് ഞാൻ പടുത്തിരുന്നു. അന്ന് ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മീറ്റിംഗുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് ചിന്തിക്കുക, ഇതെല്ലാം കണക്ട് ചെയ്ത് പോകുന്ന കാര്യമാണ്. പക്ഷെ അത് അന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിന്റെ പഠിച്ചു നോക്കിയപ്പോഴാണ് മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന പ്രിസർവേറ്റീവ് ഒന്നും ഇല്ല, എങ്കിൽ പിന്നെ ഉപയോഗിക്കാമെന്ന ചിന്ത വന്നപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ടിന്യൂ 3 മാസത്തോളം ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ഉപയോഗിച്ചു. ആദ്യം ഒരു 10-20 ദിവസം ഉപയോഗിച്ചപ്പോൾ വേദനയും നീരും ഒക്കെ മാറി. അപ്പൊ എനിക്ക് തോന്നി ഇനി പതുക്കെ ഡ്യൂട്ടിക്ക് പോവാം.
വീണ്ടും ഞാൻ മിൽമയിൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. പക്ഷെ കണ്ടിന്യൂ 3 മാസത്തോളം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ബിസിനസ് ആയിട്ട് ഒന്നും തലയിലേക്ക് കയറിയിട്ടില്ല. പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ വൈഫിന് 10-12 വർഷമായിട്ടുള്ള പ്രശ്നമാണ് പീരിയഡ്സിന്റെ പ്രോബ്ലം. അവർ വുമൺ കമ്പാനിയൻ സജസ്റ്റ് ചെയ്തു. അത് നല്ല റിസൾട്ട് കിട്ടി. അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ പ്രൊഡക്റ്റിലേക്ക് വലിയൊരു കോൺഫിഡൻസ് വന്നു. മക്കൾക്ക് കവചപ്രാശവും പേസ്റ്റും സോപ്പും അതേപോലെ അമ്മയ്ക്ക് ചാമ്പി തൈലവും ഒക്കെ കൊടുത്തപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഈ റിസൾട്ട് കിട്ടിയെന്ന് മാത്രമല്ല, ഒന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തപ്പോൾ പ്രൊഡക്റ്റ് വില കുറച്ച് കിട്ടി, അതോടൊപ്പം നല്ല റിസൾട്ട് കിട്ടി. അതിന്റെ കൂടെ തന്നെ ഞാനൊരു ദിവസം ബുധനാഴ്ച മിൽമയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായിട്ട് ഈ കമ്പനിയിൽ ഒരു 950 രൂപയും വന്നു. അതാണ് ഡിയർ ഫ്രണ്ട്സ് എന്നെ ഒന്ന് ചിന്തിപ്പിച്ചത്. വർഷങ്ങളായിട്ട് പല ആളുകളും പല കമ്പനിയുടെ, നമ്മളെല്ലാവരും പല കമ്പനിയുടെ പേസ്റ്റ്, സോപ്പ്, ഹെയർ ഓയിൽ, ഷാമ്പു അല്ലെങ്കിൽ ടോയ്ലറ്റുകളിൽ ഡിഷ് വാഷ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു കമ്പനിയും അക്കൗണ്ടിലേക്ക് ഒരു പൈസ തന്നിട്ടില്ല എന്ന് മാത്രമല്ല MRP കുറച്ച് തന്നിട്ടുമില്ല. എന്നാൽ ഈ പറയുന്ന സാധനങ്ങൾക്ക് വലിയ റിസൾട്ട് ഒന്നും പറയാനുമില്ല. പക്ഷെ ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയപ്പോ ഞാൻ എന്റെ ലീഡേഴ്സിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. പക്ഷെ 4-5 മാസം അവർ കണ്ടിന്യൂ പ്രോഗ്രാമിന് വേണ്ടി പല പ്രാവശ്യം വിളിച്ചിരുന്നു. പക്ഷെ ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പട്ടാളത്തിലെ ട്രെയിനിങ്ങിന്റെ ആണ് ഓർമ്മ വരുന്നത്. അവിടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അത് എങ്ങനെയെങ്കിലും ട്രെയിനിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പട്ടാളത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇവൻ ഒരു വീണ്ടും ട്രെയിനിങ്ങിന് വിളിച്ചോണ്ടിരിക്കുവാണല്ലോ. അതുകൊണ്ട് പലരുടെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വരുമാനം കിട്ടിയപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. അന്നാലാണ് അവർ പറഞ്ഞത്, സാർ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളുടെ കമ്മീഷനാണ് കിട്ടിയത്. ഇത് എങ്ങനെ കിട്ടുന്നു എന്നറിയാനാണ് സാറിനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ് നമ്മുടെയൊക്കെ സൺ ഇന്റർനാഷണൽ ടീമിന്റെ ഫൗണ്ടറും മെന്ററും മോട്ടിവേറ്ററുമായ MS പ്രസാദ് സാറിന്റെ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം. ഡിയർ ഫ്രണ്ട്സ്, എന്റെ തലയിൽ കുറച്ച് തിരിച്ചറിവുകൾ തന്നു ഞാൻ പറയും. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ, ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിതത്തിൽ ആരും സക്സസ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് അവിടെ കാണിച്ചു തന്നു. അതൊന്നും നിങ്ങളോട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലേ ഉള്ളൂ, 250 രൂപ മുതൽ ആഴ്ചയിൽ 2,10,000 വരെ വാങ്ങിയത് അദ്ദേഹം കാണിച്ചു തന്നു, വിത്ത് ടാക്സ് അടക്കം അടച്ചുകൊണ്ട്. പക്ഷെ എന്നോട് ഇവരും ഇത് തന്നെ വരച്ച് കാണിച്ചിരുന്നു, 2,10,000 കിട്ടും. പക്ഷെ 2,10,000 ആണ് നമ്മുടെ മൈൻഡ് ബ്ലോക്ക് ആക്കി കളഞ്ഞത്. കാരണം ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ഇദ്ദേഹം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവിടെ വെച്ചൊരു ഗ്രേറ്റ് ലീഡറിനെ പരിചയപ്പെട്ടു, മിസ്റ്റർ ബിജോഷ് മാത്യു സാർ. ഇന്ന് നമ്മുടെ റോൾ മോഡലായിട്ടുള്ള ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ബിജോഷ് മാത്യു സാർ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറായി. ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു, കണ്ടിന്യൂ ഇതെന്താണെന്നൊന്ന് പഠിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, 2,10,000 കിട്ടുമോ സാറേ? നിങ്ങളൊരു പട്ടാളക്കാരൻ, ഞാനൊരു പട്ടാളക്കാരൻ, എനിക്കിത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അദ്ദേഹം അന്നേരം അദ്ദേഹത്തിന്റെ പാസ്ബുക്ക് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. 1,93,200 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ ടാക്സ് അടയ്ക്കുന്ന ഇൻകം ടാക്സ് ITR ഫയൽ ചെയ്ത ഫയലുകൾ കാണിച്ചു തന്നു. അപ്പൊ എനിക്കൊന്ന് ലീഗലാണ്. ഒറ്റ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു, വിനോദ് ജെയിംസേ, ഇതേ ബിസിനസ് ആണ്. ഒരു 5 വർഷം ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന പോലെ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. ഡിയർ ഫ്രണ്ട്സ്, അന്ന് മുതൽ ഇതിനെക്കുറിച്ച് കണ്ടിന്യൂ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ആ ഒരു 10-30,000 രൂപയ്ക്ക് ആ മിൽമയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 12 മാസം, അതായത് ഒരു വർഷം കൊണ്ട് ഒരു 3-3.5 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഞാനൊരു 10-30 വർഷം അവിടെ പണിയെടുത്താലും 1,08,00,000 കിട്ടും. പക്ഷെ 10-30 വർഷം അവിടെ പണിയെടുക്കാൻ ഇനി എന്റെ ലൈഫ് മിച്ചമൊന്നുമില്ലല്ലോ. ഓൾറെഡി 10-25 വർഷം പട്ടാളത്തിൽ ചെയ്തു, കൂടിപ്പോയ 5-10 വർഷം ചെയ്തു. പക്ഷെ കോവിഡ് സമയത്തൊക്കെ അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജോലി നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം ഒരു 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 10-30 വർഷം പണിയെടുത്താൽ ഒരു 54 ലക്ഷം രൂപ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ അവിടുന്ന് ചിന്തിച്ച ഒരു കാര്യം, 20 വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി, ഞാൻ പെൻഷൻ വരുമ്പോ എന്റെ ശമ്പളം 50,000 രൂപയാണ്. എന്നിട്ടും 5 പൈസ എനിക്ക് മിച്ചം വെക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനി മിൽമയിൽ ജോലി ചെയ്താൽ എന്ത് മിച്ചം വെക്കാൻ പറ്റും? ഇനി ഈ ബിസിനസ് ചെയ്താൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കണ്ടിന്യൂ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തപ്പോൾ നേരത്തെ മിഥുൻ സാറ് പറഞ്ഞ പോലെ ഇത് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, സെയിൽസ് ടേൺ ഓവർ ബോണസ്, റാങ്ക് ഇൻകം, ഓവർ റൈഡിംഗ് ബോണസ്, പെർഫോമൻസ് ബോണസ്, അതേപോലെ സ്റ്റാർ പെർഫോമൻസ്, ലോയൽറ്റി ഇൻകം, NDC ക്ലബ് ബോണസ്, അവാർഡ് ആൻഡ് റിവാർഡ്സ്, ഇതൊക്കെ ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നൊരു ചിന്ത വന്നപ്പോ എങ്കിൽ പിന്നെ ഇതൊന്ന് പഠിക്കാൻ തയ്യാറാകുമെന്ന് ഞാനും വിചാരിച്ചു. മാത്രമല്ല ഞാൻ ചെയ്ത ജോലിയെ ഈ ബിസിനസ്സിനെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറഞ്ഞാല്, ഒരു കമ്പനിയുടെ ആദ്യത്തെ റാങ്ക് ഒരു ടീം കോർഡിനേറ്റർ ആയ ഒരു 30,000 രൂപ കിട്ടും. ഒരു ഏരിയ ടീം കോർഡിനേറ്റർ 60,000 കിട്ടും. DTC
90,000 കിട്ടും. അതൊരു ZDC-യിലേക്ക് മാറിയ 1,80,000 STC-യിലേക്ക് മാറിയ 3 ലക്ഷമായി, RTC-യിലേക്ക് മാറിയ 9 ലക്ഷമായി. സോ അതൊരു പ്രൊഫഷൻ പീരീഡ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷൻ പീരീഡ് കഴിഞ്ഞ് ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തി. ഏതാണ്ട് 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒരു CTC അല്ലെങ്കിൽ ITC WTC എന്ന റാങ്കിലേക്ക് ഈ ബിസിനസ്സിലൂടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കും. കാരണം കാലഘട്ടം മാറി, ഇന്ന് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു WTC എന്ന റാങ്കിലേക്ക് എത്തിയാൽ പോലും ഇന്നൊരു 5-10 വർഷം കൊണ്ടാണ് നിങ്ങൾ ഒരു WTC അല്ലെങ്കിൽ ITC എന്ന റാങ്കിലേക്ക് എത്തുന്നതെങ്കിൽ പോലും ഒരു 4,20,00,000 മുകളിൽ വരുമാനം നിങ്ങൾക്കൊരു 10-11 വർഷങ്ങൾ കൊണ്ട് ഈ മേഖലയിലൂടെ നേടിയെടുക്കാം എന്നൊരു തിരിച്ചറിവുണ്ടായി. മാത്രമല്ല എല്ലാ ആഴ്ചയും 2,10,000 മേടിച്ചാൽ ഇന്ന് ഏതാണ്ട് 1,09,20,000 നമുക്ക് 9 ലക്ഷം അടുത്ത് ഇന്ന് നമുക്ക് ഒരു വർഷം നേടിയെടുക്കാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ഡിയർ ഫ്രണ്ട്സ് ജോലിയൊക്കെ രാജിവെച്ച് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധിച്ചത്. കാരണം ഈ ഒരു ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇനി ഇതല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനി ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ പട്ടാളത്തിൽ ചെന്നപാട് അവർ എന്റെ കയ്യിലേക്ക് AK-47 എടുത്ത് തന്നിട്ട് ബിനോ ജെയിംസെ പൂശിക്കോടാന്ന് പറഞ്ഞിട്ടില്ല. അവരടിച്ചും ഇടിച്ചും പെട്രോൾ അടുപ്പിച്ചും വെള്ളത്തിൽ മുക്കി വെന്റ് ടെസ്റ്റ് എടുപ്പത്തിനും കൈക്ക് ആദ്യം ബലം ഉണ്ടാക്കി. അതിനുശേഷം പതുക്കെ പതുക്കെ കുറെ പണിഷ്മെന്റ് തന്നതിന് ശേഷമാണ് ഒരു മരത്തിന്റെ തോക്ക് കയറുന്നത്. പിന്നെ ാണ് ഉണ്ടയില്ലാത്ത തോക്ക് വന്നത്. പിന്നെ ഒരു 5 ഉണ്ട ഇട്ട് തോക്ക് വന്നു. ആ ഉണ്ട എവിടെ പോയത് പോലും ആദ്യം ഫയർ ചെയ്തപ്പോൾ അറിഞ്ഞിട്ടില്ല. കാരണം ആദ്യമായിട്ട് ഫയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബാക്ക് വേർഡ് ഫോഴ്സ് വരുന്നുണ്ട്. അത് അടിക്കുമ്പോൾ ഉണ്ട എങ്ങോട്ട് പോയി. പിന്നെ പതുക്കെ പതുക്കെയാണ് എക്സ്പീരിയൻസിലൂടെ ആ ഉണ്ട ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് അതൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. ഏതു മേഖലയിലും ട്രെയിനിങ്ങും എക്സ്പീരിയൻസും വേണം. പക്ഷെ ഇവിടെ AK-47 വല്ല വെടിവെക്കാൻ ഒന്നും പഠിക്കണ്ട. ഇവിടെ ആകെ പഠിക്കേണ്ടത് നമ്മൾ എന്താണ് ഗേറ്റ് വേ ടു സക്സസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. ഇവിടെ ഒരുപാട് ആളുകളുടെ വിജയിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. രണ്ടാമത് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, എങ്ങനെ ബിസിനസ്സിലൂടെ ഓരോ സ്റ്റെപ്പും കടന്നു പോകാം. അതേപോലെ അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. ഈ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമോട് സത്യം പറഞ്ഞാൽ ലൈഫ് മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ത്, മണി മാനേജ്മെന്റ് എന്താണ്, മെൻ മാനേജ്മെന്റ് എന്താണ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ ഓരോ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളാണ്. വർക്ക്ഷോപ്പ്, എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റാം, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്കും മനസ്സിലായി ഡിയർ ഫ്രണ്ട്സ്, ഇത് തീർച്ചയായിട്ടും ഓരോ ട്രെയിനിങ്ങും പ്രോഗ്രാമും എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കൂ. കാരണം നമ്മളോ നമ്മുടെ കുടുംബക്കാരോ മുൻപ് ചെയ്ത് പരിചയമില്ലാത്ത ബിസിനസ് ആണ്. അതേപോലെ മെഗാ ഈവന്റുകൾ, 10,000-10,000 ആളുകൾ പങ്കെടുക്കുന്ന ഈവന്റുകൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനമാണ്. തൊട്ടടുത്ത മാസം തന്നെ 1-ാം തീയതി ഫെബ്രുവരി 1-ന് തന്നെ അതുപോലൊരു വലിയ പ്രോഗ്രാം നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ ട്രെയിനിങ് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തു, RTPകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ RTPകളൊക്കെ എനിക്ക് തോന്നി ഇനി ബിസിനസ് ശക്തമായിട്ട് ചെയ്യണം. അപ്പൊ ഒരുപാട് ആളുകളോട് ഞാൻ പോയി പറയാൻ തുടങ്ങി. എന്റെ കുടുംബക്കാര്, വീട്ടുകാര്, കൂട്ടുകാരെല്ലാവരും പറഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്റെ ബിനോ ജെയിംസെ പൊട്ടൻ, നിനക്കൊന്നും മനസ്സിലാകത്തില്ല, ഈ മേഖല കുറെ വന്നു പോയി, നീ പട്ടാളത്തിലായതുകൊണ്ട് ഇതൊന്നും നീ കേട്ടിട്ടില്ല, പക്ഷെ ഇതൊക്കെ വെറും പട്ടിപ്പാട് എന്നൊക്കെ പറയുമ്പോ ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എടാ ഞാൻ നിങ്ങളോട് ആരും കാശ് ചോദിക്കുന്നില്ലല്ലോ. ഇന്ന് നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ്, കുടിക്കുന്ന സോപ്പ്, ടോയ്ലറ്റ് കഴിക്കുന്ന ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ്, ഡിഷ് ലിക്വിഡ്, അതുപോലെയുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡും ഷോപ്പും ഒന്നും മാറ്റിയാൽ നമുക്ക് ഒരു പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ എന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല, നിനക്ക് പട്ടാളക്കാരനല്ലേ, പെൻഷനല്ല, ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത പരിപാടിക്ക് പോകുന്നത് പറഞ്ഞപ്പോ ഒരു പക്ഷെ ഞാനും ചിന്തിച്ചു, എന്നെ കൊണ്ട് ഇത് നടക്കില്ല. കാരണം എന്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കിയാണ് ചെയ്തത്. പക്ഷെ വീണ്ടും ഓരോ ട്രെയിനിങ്ങും പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് വിജയിച്ചിരിക്കുന്ന കൂലിപ്പണിക്കാരെയും, തൊഴിലുറപ്പിന് പോകുന്നവരെയും, കുടുംബശ്രീ പെണ്ണുങ്ങളെയും, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, അതേപോലെ പ്രൊഫസർമാര്, ഇവരൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആഴ്ചയിൽ 10,000, 50,000, 1 ലക്ഷവും 2,10,000 മേടിക്കുന്ന ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടപ്പം എനിക്ക് തോന്നി, ഇവർക്കൊക്കെ മേടിക്കാമെങ്കിൽ എനിക്കും മേടിക്കാം. എന്റെ നാട്ടുകാർ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, എന്റെ കൂട്ടുകാർ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാനാണിത് കണ്ടതും ഞാനാണിത് മനസ്സിലാക്കിയതും, എങ്കിൽ ഞാൻ ശക്തമായിട്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. അങ്ങനെ ഒരുപാട് ആളോട് പറഞ്ഞു. പക്ഷെ ഒത്തിരി കളിയാക്കലുകളും പരിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ പ്രോഗ്രാം, ഒരു വലിയ സെലിബ്രേഷൻ പ്രോഗ്രാമിന് എന്റെ കൂടെയുള്ള ടെമ്പോ ട്രാവലർ പിടിച്ച് ഞാൻ ടീമിനെ കൊണ്ടുപോയിട്ടുണ്ട്. ടീമിനെ അല്ല,
അന്ന് കുറെ പുതിയ ഗസ്റ്റുകളെ, എന്റെ നല്ല ഫ്രണ്ട്സിനെയൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷെ തിരിച്ചു വന്നപ്പം ആ കൂട്ടത്തിൽ 1-2 മണി ചെയിൻ ചെയ്ത ആളുകൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആ MS പ്രസാദ് ചങ്ങായി അത്താഴപ്പട്ടിണിക്കാരനാണ്, ബെൻസ് ഒക്കെ വാടകയ്ക്ക് എടുത്തോണ്ട് വന്ന എന്റെ വിനോദ് ചേച്ചി നിനക്കൊന്നും അറിയത്തില്ല. അന്ന് ആ ബസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നെഗറ്റീവ് ആക്കി എന്റെ നാട്ടിൽ കൊണ്ട് രാത്രി 8 മണിക്ക് അവരെ ഇറക്കുമ്പോൾ ഒരു പേസ്റ്റും സോപ്പും എടുക്കാതെ അന്ന് അവരെ വിനോദ് ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും നടക്കില്ല ബിനു, നിന്നെക്കാട്ടും വലിയ വലിയ കൊമ്പന്മാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അവരിതിലെ തേരാപ്പാര നടക്കുവാണെന്ന് പറഞ്ഞപ്പം എന്നെ കളിയാക്കി പോയപ്പോ അന്ന് രാത്രി കടത്തിണ്ണയിൽ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഡിയർ ഫ്രണ്ട്സ്. 99% ഈ ബിസിനസ് ഇട്ടിട്ട് പോകാനുള്ള കാരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവിടെ ഇരുന്ന് 1% അന്നെടുത്ത തീരുമാനം. ഒരു പക്ഷെ ഇവന്മാരെന്നെ പറഞ്ഞ് കളിയാക്കി ഇട്ടിട്ട് പോകാൻ പറഞ്ഞപ്പോ, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അത് കേട്ടിട്ട് ഞാൻ ഇട്ടിട്ട് പോയ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, എങ്കിൽ ഇതൊന്ന് നടത്തി കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അന്ന് ആ തീരുമാനം എടുത്ത് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, എല്ലാവരും കളിയാക്കി, പക്ഷെ ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് അന്ന് ആ ഒരു മാസം ഏതാണ്ട് 1,35,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ പെർഫോമൻസ് ഒക്കെ അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആദ്യം 1.35 പ്രൊഡക്റ്റ് എടുത്തു. 10-11 ദിവസം കണ്ട് നല്ലൊരു ലിസ്റ്റ്, അന്ന് ലീഡേഴ്സ് പറയുന്നത് കേട്ട് ഡയറിയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു കോൺഫിഡൻസ് തരുന്നതാണ് ഡിയർ ഫ്രണ്ട്സ്. ആ ലിസ്റ്റ് നമുക്ക് വിജയിക്കാനുള്ള ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട എന്നും നമ്മുടെ കയ്യിൽ അതിനെ തീർച്ചയായിട്ടും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട സാധനമാണ് ആ ലിസ്റ്റ്. ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 100% നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ്. അങ്ങനെ കുത്തിയിരുന്ന 400-490 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റാണ് ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ ലിസ്റ്റാണ് ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ ആക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ 7 പണ്ടേ ഇട്ടിട്ട് പോകേണ്ടതായിരുന്നു. അങ്ങനെ ലിസ്റ്റ് 150 കുടുംബക്കാരിലേക്ക് നേരെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തു. അവരോട് പറഞ്ഞു, ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ട, 2,10,000 ഇല്ല, നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അങ്ങനെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് 10-15 ദിവസം കൊണ്ട് ആ പ്രൊഡക്റ്റ് തീർത്തു. വീണ്ടും റീപർച്ചേസ് ചെയ്ത് ആദ്യത്തെ മാസത്തെ പെർഫോമൻസ് അടിച്ചു. അങ്ങനെ കണ്ടിന്യൂ 3 മാസം പെർഫോമൻസ് അടിച്ച് DC ആയിട്ട് ഒരു FSSൽ സത്യൻ മാഷിന്റെ കയ്യിൽ നിന്ന് മെഡൽ മേടിക്കുന്ന ഒരു ഫോട്ടോയാണ്. ആദ്യമായിട്ട് ഒരു മെഡൽ മേടിച്ചോ കിട്ടിയ അഭിമാനം ചെറുതൊന്നുമല്ല ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കണ്ടിന്യൂ ശക്തമായി ഓടി. അന്നേരമാണ് നമ്മുടെ കമ്പനി തായ്ലൻഡ് കോൺടെസ്റ്റ് വെച്ചിട്ട് ഹൈദരാബാദും ഗോവയൊക്കെ കോൺടെസ്റ്റ് ടീമിലൂടെ അടിച്ചു പോയപ്പോഴാണ് ഓസിക്ക് ടൂറിന് പോയുള്ള സുഖം എന്താണെന്ന് മനസ്സിലായത്. ഈ ഹൈദരാബാദും ഗോവയൊക്കെ ഞാൻ ഡ്യൂട്ടി ആയിട്ട് പോയിട്ടുണ്ട്. അവിടെ ഡ്രസ്സ് വിട്ട് ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. മുകളിലുള്ള മേലധികാരികൾ എന്താണോ പറയുന്നത് കേട്ടോണ്ട് നിൽക്കണം. പക്ഷെ ഒരു ഓസിക്ക് ടൂറിന് പോയപ്പോ എനിക്ക് തോന്നി ഇതെങ്ങനെയാ അടിച്ചേ പറ്റൂ. അങ്ങനെ തായ്ലൻഡിന് വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് അടിക്കണമെന്ന് തീരുമാനം എടുത്ത് ഓടി. ഒരു പക്ഷെ ആ സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് 2019 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വീട്ടിലെ കട്ടള നിറം പോലെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞ പോലെ നിങ്ങൾ ശക്തമായിട്ട് തീരുമാനിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ അത് ശക്തമായി തീരുമാനമെടുത്തു. അതിനുവേണ്ടി രാവും പോലും ഓടി. അന്നൊക്കെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പലരോടും പൈസ പോലും കടം മേടിച്ചിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ ഒരാൾ വന്ന് തന്നിട്ടില്ല. അന്ന് പൈസയുടെ ഒക്കെ വില എന്താണെന്ന് അന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ശക്തമായ ഒരു തീരുമാനം എടുത്തത് കൊണ്ടും ശക്തമായി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ടും ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് ആദ്യമായിട്ട് സൈറ്റിൽ തായ്ലൻഡ് കോൺടെസ്റ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ തായ്ലൻഡ് കോൺടെസ്റ്റ് അടിച്ചപ്പോൾ ഒരുപാട് ഓണറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഓണറിംഗ് ഒക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോൾ, ഞാനും വൈഫും മക്കളും ഒക്കെ നിൽക്കുന്ന ഒരു ഓണറിംഗ് ഒക്കെ ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പം ആ ഗ്രൂപ്പിൽ നിന്ന് പോലും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ ഇന്ന് ഞാൻ പറയുകയാണ്, അന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം വരും ഇവരെന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് അന്നൊക്കെ തീരുമാനം എടുത്തിറങ്ങിയത്. ഈ കഴിഞ്ഞ 2023, 24, 25 അതേ പള്ളിയുടെ ഗ്രൂപ്പിൽ നിന്നും അതേ വായനശാലയുടെ ഗ്രൂപ്പിലും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലും ആ വായനശാലയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ പതാക ഉയർത്താൻ വേണ്ടി 1/2 മണിക്കൂർ സ്വാതന്ത്ര്യ സമര സ്പീച്ച് കൊടുക്കാൻ വേണ്ടി വിനോദ് ജെയിംസിനെ തന്നെയാണ് വിളിച്ചത്. ജസ്റ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് മാറി കാണിക്കാൻ തയ്യാറായി, ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരുപാട് ആദരവുകളും അംഗീകാരങ്ങളും പതുക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മുബീൻ സാറ്, പ്രസാദ് സാർ, അതേപോലെ തന്നെ ഇന്ന് സോമൻ സാറുമായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ കൂടെ ഒന്നിച്ച് പല പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോ വിജയിക്കുന്ന ആളുകളെ കൂടെ നിന്നാൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറാനും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുമെന്ന് ശക്തമായി ഏറ്റെടുത്തു. അങ്ങനെ ഡയറിയിൽ കുറിച്ച് വെച്ച് ഓരോ ലക്ഷ്യങ്ങളും ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടാണ് ഓടിയത്. ഒരു പക്ഷേ 2019 വന്ന് ഒരുപാട് പേര് ഞാൻ നമ്മൾ പ്രോഗ്രാമിൽ കൊണ്ടുപോയി അവരെന്നെ കളിയാക്കി സാർ ലക്ഷ്യങ്ങൾ എഴുതി വെക്കും. അങ്ങനെ 2019 ഞാൻ എഴുതി വെച്ചു. 2020
അതായത് ഫെബ്രുവരി ആകുമ്പോഴത്തേന് ഞാനൊരു വണ്ടി സ്വന്തമാക്കുമെന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷെ അന്ന് ആ 2020 നിങ്ങൾക്കറിയാം മാർച്ച് ഒക്കെ ആയപ്പോഴത്തേനും ശക്തമായ കൊറോണ വന്നു. ആ കൊറോണ വന്നത് കൊണ്ട് അത് കുറച്ച് മുന്നോട്ട് നീങ്ങിപ്പോയി. ജൂൺ 5-നാണ് ആദ്യമായിട്ട് എന്റെ ഈ ബിസിനസ്സിലൂടെ ഒരു വലിയ അച്ചീവ്മെന്റ്. 10.25 ലക്ഷം രൂപ ടാറ്റാ നെക്സോൺ എടുത്തു. അതിലൂടെ 80-85,000 കിലോമീറ്റർ ഓടി. അതിനുശേഷം ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തു. ലാപ്ടോപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്ന് കുത്തിക്കുറിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ ഒരു ലാപ്ടോപ്പും പ്രൊജക്ടറും ഇതിനകത്ത് സ്വന്തമാക്കി. അതോടൊപ്പം ശക്തമായി ഓടിക്കഴിഞ്ഞ ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ ശ്രീകണ്ഠാപുരത്തിന്റെ അലക്സ് നഗർ എന്ന കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങിയ ബിസിനസ് കോട്ടയത്തും മൂവാറ്റുപുഴയും അതുപോലെയുള്ള പാലക്കാടും പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനും അതോടൊപ്പം പല ലീഡേഴ്സും അവർക്ക് കിട്ടിയ റിസൾട്ടിലൂടെ അവർക്ക് കിട്ടിയ വരുമാനം കൊണ്ട് അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇത് പരിചയപ്പെടുത്താനും തയ്യാറായപ്പോ ഇന്ന് ആന്ധ്ര, തമിഴ്നാട് പല സ്ഥലങ്ങളിലേക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചപ്പോ കമ്പനിയുടെ 427ാമത്തെ ആഴ്ച ഒരിക്കലും നടക്കില്ല, കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ 2,10,000 എന്റെ അക്കൗണ്ടിൽ വാങ്ങാൻ സാധിച്ചു. അത് മാത്രമല്ല കൂടെ വന്ന മിസ്റ്റർ മുരളീധരൻ സാർ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും ഈ ഒരു വരുമാനം ആ ആഴ്ച തന്നെ മേടിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരനായി മാറാൻ എന്നെ കൊണ്ട് സാധിച്ചു. ഇപ്പൊ ഒരു 50,000 ബിസിനസ് കൂടെ മാച്ച് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജിൽ കയറിയപ്പോ ഒരു പൂ മേടിച്ചതാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ കയറി കിട്ടിയ ഒരു പൂ. ആ പൂ കിട്ടിയപ്പോ എനിക്ക് തോന്നി ഒരു പൂക്കാലം തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരവസരമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് മനസ്സിലായപ്പോ ശക്തമായി ഏറ്റെടുത്തു. അങ്ങനെ 2.5 വർഷം കൊണ്ട് തന്നെ വീക്കിലി ഇൻകം 2,10,000 മേടിക്കാനും ഈ ബിസിനസ്സിൽ ശക്തമായ നേട്ടങ്ങളുണ്ട്. പിന്നെ പതുക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ആദരവുകളും അംഗീകാരവും നേടിക്കാൻ സാധിച്ചു. അങ്ങനെ ആഴ്ചയിൽ 2,10,000 കൊണ്ട് സ്വപ്നങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ 15 ലക്ഷത്തിന്റെ ഒരു സ്കോഡയുടെ കുഷാക്ക് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ കുഷാക്ക് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ 65,000 കിലോമീറ്റർ ഓടി ഒരുപാട് സ്ഥലങ്ങളിൽ ടീമിനെ ബിൽഡ് ചെയ്തപ്പോ ഇന്ന് സഞ്ചരിക്കുന്ന 25 ലക്ഷത്തിന്റെ MG-യുടെ ZS-ക്കാണ്. TFS ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഇത് വണ്ടി കച്ചവടമൊന്നും അല്ല. പക്ഷെ കഴിഞ്ഞ 10-20 വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ചെയ്തു, കപ്പലിൽ ചെയ്തു, മിൽമയിൽ ചെയ്തിട്ട് പോലും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അവിടെയൊക്കെ ശമ്പളം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ